കേരളത്തിലെ ബി.ജെ.പി നേതൃത്വത്തെ ആകെ പിടിച്ചുലച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ മറവിൽ നടന്ന കോടികളുടെ വെട്ടിപ്പും കമ്മീഷൻ ഇടപാടുകളും ഇപ്പോൾ ഒന്നൊന്നായി പുറത്തുവരികയാണ്. ആദർശ രാഷ്ട്രീയം പ്രസംഗിക്കുന്ന നേതാക്കൾ പാർട്ടിക്കൊടിയും പ്രധാനമന്ത്രിയുടെ കട്ടൌട്ടുകളും വരെ സ്വന്തം കീശ വീർപ്പിക്കാനുള്ള മാർഗങ്ങളാക്കി മാറ്റിയെന്നതിന്റെ ഞെട്ടിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. അഴിമതിയുടെ ആഴം വ്യക്തമാക്കുന്ന ഓഡിയോ റെക്കോർഡിംഗുകൾ പുറത്തുവന്നതോടെ മറുപടിയില്ലാതെ ഉത്തരം മുട്ടി നിൽക്കുകയാണ് സംസ്ഥാന നേതൃത്വം. തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിക്കുള്ളിൽ യാതൊരുവിധ സാമ്പത്തിക ക്രമക്കേടുകളും നടന്നിട്ടില്ലെന്ന് ഉന്നത നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആവർത്തിച്ചു വ്യക്തമാക്കുമ്പോഴാണ് ആ വാദങ്ങളുടെ മുനയൊടിക്കുന്ന തരത്തിൽ നിർണായക ശബ്ദരേഖകൾ പുറത്തുവരുന്നത്. കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തേക്ക് സൗജന്യമായി അയച്ച ലക്ഷക്കണക്കിന് പാർട്ടിക്കൊടികൾ സാങ്കേതിക കാരണങ്ങളാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിമാനത്താവളത്തിൽ തടഞ്ഞുവെച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് പ്രചാരണ സാമഗ്രികൾക്ക് ക്ഷാമം വരാതിരിക്കാൻ സംസ്ഥാന നേതൃത്വം സ്വന്തം നിലയിൽ കൊടികൾ നിർമ്മിച്ചു വാങ്ങാൻ തീരുമാനിക്കുന്നത്. എന്നാൽ ഈ പ്രതിസന്ധിയെ പോലും ഒരു കൂട്ടം നേതാക്കൾ പണം സമ്പാദിക്കാനുള്ള വൻ ബിസിനസ് അവസരമാക്കുകയായിരുന്നു. ഏകദേശം 1,62,00,000 രൂപയുടെ കൊടികൾ വാങ്ങിയ ഇടപാടിൽ സംസ്ഥാന സെക്രട്ടറിയായ ഒരു വനിതാ നേതാവ് 31 ലക്ഷം രൂപ മുൻകൂറായി കമ്മീഷൻ കൈപ്പറ്റിയെന്നാണ് ഇപ്പോൾ പുറത്തുവന്ന ഓഡിയോ വ്യക്തമാക്കുന്നത്. കൊടി നിർമ്മിച്ചു നൽകിയ സ്വകാര്യ കമ്പനിയുടെ പ്രതിനിധിയും മറ്റൊരു ബി.ജെ.പി നേതാവും തമ്മിലുള്ള സംഭാഷണമാണ് പരസ്യമായത്. ബാക്കി തുക കൂടി ഇലക്ഷൻ കഴിഞ്ഞുടൻ വാങ്ങിത്തരാമെന്ന നേതാവിന്റെ ഉറപ്പിലാണ് താൻ 31 ലക്ഷം രൂപ കമ്മീഷനായി കൊടുത്തുവിട്ടതെന്നും എന്നാൽ ഇപ്പോൾ പണം ചോദിക്കുമ്പോൾ ആരും ഫോൺ പോലും എടുക്കുന്നില്ലെന്നും കമ്പനി പ്രതിനിധി ഓഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട്. കമ്പനി വലിയ നഷ്ടത്തിലാണെന്നും കമ്മീഷൻ കൊടുത്തത് കാരണം വലിയ കൈനഷ്ടം വന്നിരിക്കുകയാണെന്നും ഇയാൾ ഫോണിൽ പറയുന്നുണ്ട്. അഴിമതി ഇവിടെയും അവസാനിക്കുന്നില്ല. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് നടത്തിയ വൻ റോഡ് ഷോയെ പോലും നേതാക്കൾ വെട്ടിപ്പിനുള്ള വേദിയാക്കി മാറ്റി. റോഡ് ഷോയുടെ ഭാഗമായി നഗരത്തിൽ സ്ഥാപിക്കാൻ അച്ചടിച്ച 8,000 കട്ടൌട്ടുകളുടെ പേരിൽ ലക്ഷങ്ങളുടെ വ്യാജ ബില്ലാണ് ചമച്ചത്. 16 ലക്ഷം രൂപയുടെ ബില്ലുണ്ടാക്കി അതിൽ 8 ലക്ഷം രൂപ പ്രിന്റിംഗ് ചെലവായി കാണിച്ച് ബാക്കി 8 ലക്ഷം രൂപ നേതാക്കൾക്ക് വീതിച്ചെടുക്കാമെന്ന് ബി.ജെ.പി സംസ്ഥാന സമിതി അംഗം തന്നെ പറയുന്ന രണ്ടാമത്തെ ശബ്ദരേഖയും പുറത്തു വന്നു. അതായത് പാർട്ടി പബ്ലിസിറ്റി കമ്മിറ്റിയിൽ ഇരുന്നു കൊണ്ട് തന്നെ നേതാക്കൾ ഫണ്ട് വീതം വെട്ടിച്ചെടുക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു എന്നാണ് ഇത് തെളിയിക്കുന്നത്. ഈ പകൽക്കൊള്ളകളുടെയും കമ്മീഷൻ അടിക്കലിന്റെയും കൃത്യമായ വിവരങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഒരു ബി.ജെ.പി നേതാവ് തന്നെ പാർട്ടി ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ബി.എൽ. സന്തോഷിന് കത്തയച്ചിട്ടുണ്ട്. കൊടികളിലും കട്ടൌട്ടുകളിലും കമ്മീഷൻ അടിച്ചതിനു പുറമെ ഹോട്ടലുകളിൽ വ്യാജമായി 30 റൂമുകൾ വരെ ബുക്ക് ചെയ്ത് ലക്ഷങ്ങളുടെ ബിൽ തട്ടിപ്പ് നടത്തിയെന്നും കത്തിലുണ്ട്. പ്രചാരണത്തിനായി വിപണി നിരക്കിലും ഉയർന്ന തുകയ്ക്ക് വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് അതിൽ നിന്നും വലിയൊരു തുക കമ്മീഷൻ പറ്റി. അതിലുമുപരി കേന്ദ്രം സൗജന്യമായി നൽകിയ കൊടികൾ പോലും താഴെ തട്ടിലുള്ള മണ്ഡലങ്ങളിൽ എത്തിക്കാൻ ഒരു നേതാവ് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ 2 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന ഗുരുതരമായ ആരോപണവും ഈ കത്തിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. വിഷയം വലിയ രാഷ്ട്രീയ വിവാദമായതോടെ ആരോപണ വിധേയരായ നേതാക്കൾക്കെതിരെ നടപടിയെടുത്തു എന്ന തരത്തിൽ സംസ്ഥാന അധ്യക്ഷന്റെ ഒപ്പോടുകൂടിയ ഒരു കത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ ഇത് വ്യാജ ലെറ്റർ ഹെഡ് ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് പറഞ്ഞ് കേസ് പോലീസിന് വിട്ട് തടിയൂരാനാണ് നിലവിൽ സംസ്ഥാന നേതൃത്വം ശ്രമിക്കുന്നത്. എന്നാൽ വ്യാജ കത്തുകളുടെ പേരിൽ പ്രതിരോധം തീർക്കാൻ നോക്കുമ്പോഴും നേതാക്കളുടെ സ്വന്തം ശബ്ദത്തിലുള്ള ഓഡിയോ റെക്കോർഡിംഗുകൾ മുന്നിൽ മറുപടിയില്ലാതെ പാർട്ടി അണികൾ പോലും ലജ്ജിച്ചു നിൽക്കുകയാണ്. വരും ദിവസങ്ങളിൽ സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ചേർന്ന് നടപടികളിലേക്ക് കടക്കുമെന്ന് സൂചനയുണ്ടെങ്കിലും താഴെത്തട്ടിൽ ആത്മാർത്ഥമായി പണിയെടുത്ത അണികളെ വഞ്ചിച്ചുകൊണ്ട് ലക്ഷങ്ങൾ കമ്മീഷൻ അടിച്ച നേതാക്കൾക്കെതിരെയുള്ള പ്രതിഷേധം പാർട്ടിക്കുള്ളിൽ പുകയുകയാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കും ആഭ്യന്തര പൊട്ടിത്തെറികൾക്കും ഈ ഫണ്ട് വിവാദം വഴി തുറക്കുമെന്ന് ഉറപ്പാണ്. അഞ്ജലിക്ക് 31 ലക്ഷം രൂപ കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലേ പുതിയ ഫുൾ എമൗണ്ട് തന്നിട്ട് കൊടുത്താൽ മതി എന്നല്ലേ ആദ്യം പറഞ്ഞു. പിന്നെ കുഴപ്പമില്ല, ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ബാക്കി ബാലൻസ് 4,65,000 രൂപ മേടിച്ച് തരാം, ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തരാമെന്ന് അഞ്ജന പറഞ്ഞതിൻ്റെ ഉറപ്പിലാണ് ഞാൻ 31 ലക്ഷം രൂപ കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഉറപ്പ് പറഞ്ഞിട്ട് ഇപ്പോൾ ആരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എൻ്റെ കാര്യം വളരെ ബുദ്ധിമുട്ടിലാണ്. കമ്പനിയിൽ ഞാനിപ്പം ആ അവിടെ പ്രശ്നത്തിൽ നിൽക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റുള്ളൂ. ഇത്രയും പെട്ടെന്ന് എനിക്ക് ബാക്കി 4,65 എനിക്ക് തരണം. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് പേയ്മെൻറ്റ് ഫുൾ എമൗണ്ട് ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അഞ്ജനയിൽ 31 ലക്ഷം രൂപ ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഫുൾ എമൗണ്ട് കിട്ടിയിട്ട് കൊടുത്താൽ പോരെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇല്ല, അത് വർഷം കഴിഞ്ഞുകൊണ്ട് തരാമെന്നാണ് പറഞ്ഞത്. എന്നിട്ടിപ്പോൾ ഒരു രക്ഷയില്ല. ഞാൻ ഇത്രയും ദിവസമായില്ലേ, ഞാനിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ബുദ്ധിമുട്ടി കമ്പനിയിലൊന്നും മറുപടി പറയാൻ പറ്റാത്ത രീതിയിൽ കമ്പനി ആപാടെ നഷ്ടത്തിൽ നിൽക്കുവാണ്. നമുക്ക് ആപാടെ കിട്ടുന്നൊരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതാണ്. അതുപോലും ഇപ്പോൾ കിട്ടാതെ ഇപ്പം ആപാടെ കൈനഷ്ടം വന്നുകൊണ്ട് നിൽക്കുവാണ്.
എത്രയും പെട്ടെന്ന് ആ പൈസ ഒന്ന് ഫണ്ടൊന്ന് റിലീസ് ചെയ്യാനുള്ള സംവിധാനം ഒന്ന് ചെയ്തു തരണേ.